അപ്പോൾ എല്ലാവർക്കും ഹായ്. ഇന്ന് നമ്മൾ ഒരു ക്യാബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ക്യാബേജ് തോരൻ ആർക്കാ വെക്കാൻ അറിയാത്തതെന്ന്. അങ്ങനെയല്ല, നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളിതിവിടെ സാധാരണയായി വെക്കുന്നതാണ്. അതപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അരിഞ്ഞു വെച്ച ക്യാബേജിലേക്ക് സവോളയും പച്ചമുളകും തേങ്ങയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം. ഇത് നമ്മൾ ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉഴുന്ന് പരിപ്പിൻ്റെ കളർ ചെറുതായിട്ട് മാറി വരുമ്പോൾ നമ്മൾ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പപ്പടം കാച്ചാം. അപ്പോൾ നമ്മുടെ പപ്പടം നമ്മൾ കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോരൻ എന്തായെന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. ഉപ്പെല്ലാം പാകത്തിനാണ്. നമ്മുടെ ക്യാബേജ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കാച്ചി വെച്ച പപ്പടം അതിലേക്ക് പൊടിച്ച് ചേർക്കാം. ക്യാബേജ് തോരൻ്റെ ഒപ്പം പപ്പടം പൊടിച്ചിട്ട് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ആ ചൂടോടെ കഴിക്കണം. ആ ക്രിസ്പിനെസ് പോയി കഴിഞ്ഞാൽ പിന്നെ പപ്പടം ഇട്ടത് അറിയില്ല. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റ് വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇങ്ങനെ വീട്ടിലെ ക്യാബേജ് തന്നെ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.